നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേരള PSC നമ്മുടെ LDCയുടെ ഖാദി ബോർഡ് മെയിൻസിന്റെ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ഇതാ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. KFPSC എന്ന് ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണാനായിട്ട് കഴിയും. നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി വരുന്ന LDC എക്സാമിനേഷനൊക്കെ എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു മോഡൽ എക്സാം പോലെ കണ്ടുകൊണ്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്ന സംഭവങ്ങളും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈ പറയുന്നവയിൽ രണ്ടാമത്തേതാണ് തെറ്റായിട്ട് വരുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ കേസ് വരുന്നതാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി പറയുന്നതെല്ലാം ശരി തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംബേനു സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. ബിഷപ്പ് അലക്സീസ് ഡി മെൻസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരി ഉത്തരം വരുന്നത്. മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സാമൂഹിക പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതെന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിൽ ശരി ഉത്തരം വരുന്നത്. ഒന്നാമത്തേതാണ് സത്യശോധക സമാജിന്റെ കാര്യവും ഹിതകാരണി സമാജവും. സത്യശോധക സമാജ് ജ്യോതിറാവു ബുലെയാണ്. ഹിതകാരണി സമാജമാണെങ്കിൽ വീരേശലിംഗമാണ്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞത് ഗാന്ധി വിശേഷിപ്പിച്ചത് എന്തിനെ കുറിച്ചാണെന്നാണ് നമ്മുടെ ചോദ്യം. നാലാമത്തെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. ക്രിപ്സ് മിഷനെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജർമ്മൻ ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേര് ചോദിച്ചാൽ ഗസ്റ്റപ്പോ എന്നാണ്. ഡി ആണ് ഉത്തരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് വരുന്നത്. ഓപ്ഷൻ മൂന്നാമത്തെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും 3 മാത്രം ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരവും ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകൾ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതിയുണ്ട്. ഇതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഹോംലാൻഡ്സ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ്, ടിബറ്റ് ആണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശം ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ആണ്. മുങ്കേഷ്പൂർ, ഡൽഹി ആണ്. അടുത്ത നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തി എഴുതാനാണ് 10ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘമാണ്. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. അതാണ് ഉത്തരം വരേണ്ടത്. അടുത്ത ചോദ്യം, കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ എഴുതാനാണ് 11ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ്. കൊടുമുടി ശൃംഖലകളിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടുകൂടി പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് ഇത് കാഞ്ചൻജംഗ. അടുത്ത് പറയുന്ന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഈ പറയുന്നവയിൽ ഏതാണ് ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണ. ഇതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ തെറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നൽകുന്ന കാർഷിക വിളകൾ താഴെ നൽകിയിട്ടുണ്ട്. ഇവയെ ശരിയായ ക്രമത്തിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഈ പറയുന്നവയിൽ സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര എന്ന് പറയുന്ന ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇവയിലെ ശരിയായ ഓപ്ഷൻസ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഈ പറയുന്നവയിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും എന്ത് തന്നെയാണ്, ശരിയാണ്. എന്ന് പറയുമ്പോൾ RBI ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട്. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എന്ന് പറയുന്നത് 75% ഉയർത്തിയിട്ടുണ്ട്. അടുത്ത് പറയുന്ന നിതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം റാങ്ക് അനുസരിച്ചുകൊണ്ട് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ആരോഹണ ക്രമത്തിൽ ശരിയായ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് എഴുതാനുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ളതിൽ ശരിയല്ലാത്ത വസ്തുത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്നവയിൽ തെറ്റായ വസ്തുത എന്ന് പറയുന്നത് ഏതാണ്? വളർച്ചാ ശതമാനം അല്ലെങ്കിൽ വളർച്ചാ ലക്ഷ്യത്തിന്റെ കേസ് പറയുന്ന 5.6% എന്ന് പറയുന്നതാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ളത് അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി ശരിയാണ്. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി ശരിയാണ്. മഹൽനോബിസ് മോഡൽ കറക്റ്റ് ആണ്.
അടുത്തത് റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻസ് കണ്ടെത്തി എഴുതുക എന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തേതും അതുപോലെ തന്നെ രണ്ടാമത്തേതും ശരി, മൂന്നാമത്തേത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്, മൂന്നാമത്തേത് ശരിയല്ല എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്നതാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്നതാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഇത് രണ്ടും ശരിയാണ്, മൂന്നാമത്തേത് തെറ്റാണ്. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക എന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ തൊഴിൽ ലഭ്യത കുറയുന്നു എന്ന് പറയുന്നതാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഭക്ഷ്യധാന്യ ഉൽപ്പന്നത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ശരിയാണ്. കാർഷികോൽപ്പന്ന ക്ഷമത വർദ്ധിച്ചു, അതും ശരി തന്നെയാണ്. 4ാമത്തേതാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്ത് പറയുന്നത് എയും ബിയും തമ്മിൽ യോജിപ്പിക്കുക എന്നാണ് പറയുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള 2021-22 GVA അല്ലെങ്കിൽ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒന്നാമത്തേത് പ്രാഥമിക മേഖല വരുന്നത് 21%. പ്രാഥമിക മേഖല 21%. ദ്വിതീയ മേഖലയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് അറിയാമോ? 26.50. തൃതീയമാണെങ്കിൽ 52.50 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ ഒന്നാമത്തേത് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ള നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ശരിയാണ്. നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല, അല്ലെങ്കിൽ നോൺ ജസ്റ്റിസബിൾ ആണ്, അതും ശരി തന്നെയാണ്. ഈ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ ഓപ്ഷൻ എ മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 21 താഴെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ, രണ്ടാമത്തെ മാത്രമാണ്. ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ 21 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന. മൗലിക കടമകളെ കുറിച്ചുള്ളതിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ ഒന്നാമത്തേതാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ള പൊതുസ്വത്ത് സംരക്ഷിക്കുക, ആക്രമണം ഒഴിവാക്കുക ശരിയാണ്. ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക ശരിയാണ്. ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കാനും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക ശരിയാണ്. അടുത്ത ചോദ്യം കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതാനാണ് 23ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ശരി ഉത്തരം. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെയാണ് ഉപമന്ത്രിമാരെന്ന് പറയുന്നത്. നിർമ്മലാ സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഈ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇന്ത്യയിലെ രാഷ്ട്രപതിമാരെ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ വി ഗിരി വരും, അതിനുശേഷം വെങ്കട്ടരാമൻ വരും, മൂന്നാമത് മുഹമ്മദ് ഹമീദ് അൻസാരി വരും, ഏറ്റവും നാലാമത് ലാസ്റ്റ് വരുന്ന ആളാണ് ജഗദീപ് ധൻഖർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത് ചേരുംപടി ചേർക്കുക 25 നമുക്ക് നോക്കാം. 25 ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ് ഏതാണ്? ശരീരം ഹാജരാക്കുക എന്ന് പറയുന്നതാണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, വി കമാൻഡ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരോധനം അല്ലെങ്കിൽ സ്റ്റേ ഓർഡർ സംഭവം ഉണ്ടല്ലോ, അത് തന്നെ പ്രൊഹിബിഷൻ. അടുത്ത് കോവാറണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് റൈറ്റ് അല്ലെങ്കിൽ എന്ത് അധികാരം, അതാണ് കേട്ടോ. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 26 ശരിയായ പ്രസ്താവനകൾ ഏവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 4 പ്രസ്താവന പറയുന്നുണ്ട്. അപ്പോൾ 26ന്റെ ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. ഈ പറയുന്ന 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 രാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട്, ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്, ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായ കോഫി അന്നൻ ഖാനക്കാരനായിരുന്നു, ശരിയാണ്. നിലവിലിപ്പോൾ ആരാണ്? അന്റോണിയോ ഗട്ടറസ് പോർച്ചുഗീസുകാരനാണ് അല്ലെ, പോർച്ചുഗീസുകാരനാണ്. യുനെസ്കോയുടെ ആസ്ഥാനം വരുന്നത് പാരീസ് ആണ്, ശരി ഉത്തരമാണ്. ഈ പറയുന്ന 4 ശരിയാണ്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 27 നിതി ആയോഗിന്റെ പൂർണ്ണരൂപം നമുക്കറിയാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. 27 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 28 നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിച്ചെഴുതാനാണ് 28ാമത്തെ ഈ ചോദ്യം. ഈ പറയുന്നവയിൽ സംസ്ഥാന സർവീസ് ഏതാണ്? സംസ്ഥാന സർവീസിനകത്ത് വരുന്ന എന്താണ്? വിൽപ്പന നികുതിയാണ്. വിൽപ്പന നികുതി സംസ്ഥാന സർവീസ്, ശരിയാണ്. അഖിലേന്ത്യാ സർവീസ് നമുക്കറിയാം, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, IPS-ഉം IAS-ഉം IFS-ഉം ഒക്കെ അഖിലേന്ത്യാ സർവീസ് ആണ്. ഇതിൽ കേന്ദ്ര സർവീസ് വരുന്ന ഏതാണ്? ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, തപാൽ വകുപ്പും അതുപോലെ തന്നെ റെയിൽവേ ഒക്കെ കേന്ദ്ര സർവീസാണ്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 29 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. 29ന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇതിൽ തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ ഇതാണ്:
11 പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ 73 ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്യുന്നു 73 ഭരണഘടന. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ് ഈ ഭേദഗതി നിലവിൽ വരുന്നത്. ശരി ഉത്തരമാണ്. ഓപ്ഷൻ 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ എഴുതാനാണ് 30ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3 മാത്രമാണ്. 87 മുതൽ 91 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PK അബ്ദുറബ്ബ്. അപ്പൊ ഈ പറയുന്ന 3 പോയിന്റുകൾ ശരിയാണ്. 4ാമത്തെ പോയിന്റ് തെറ്റാണ്. ഓക്കെ, അപ്പൊ 30ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഏതാണ്? 30. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ നമ്മുടെ 31ാമത്തെ ചോദ്യം, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. 31-ലെ തെറ്റായ പ്രസ്താവന വരുന്ന 4 മാത്രമാണ്. ഇതിൽ പറയുന്ന കേരളത്തിലെ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാട്. ശരിയാണ്. 57-ലെ കേരള ഒഴിപ്പിക്കൽ നിയമം നടപ്പിലാക്കി. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 59 ജൂൺ 10-ന് കേരള നിയമനിർമ്മാണ സഭ പാസ്സാക്കിയത്. 3 എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. 4ആണ് തെറ്റായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഈസ് ദി കറക്റ്റ് ആൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ എന്തെല്ലാമെന്നാണ് 32ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ. ശരിയാണ്. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുക. ശരിയാണ്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ശരിയാണ്. റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ശരിയാണ്. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. 33ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നാണ്. നമുക്ക് വകുപ്പുകളും അവയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും നമുക്ക് നോക്കാം. ധനകാര്യ വകുപ്പ്, ധനകാര്യ കമ്മീഷൻ ഏതാണ്? 280-ാം വകുപ്പാണ് അല്ലേ? ധനകാര്യ കമ്മീഷൻ 280-ാമത്തെ വകുപ്പാണ്. സ്വത്തവകാശമാണെങ്കിലോ നമുക്കറിയാം 300A ആണ്. സ്വത്തവകാശം ഏതാണ്? 300A ആണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആണെങ്കിലോ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അത് 61-ാം വകുപ്പാണ്. ഹൈക്കോടതിയുടെ റിട്ട് ആണെങ്കിൽ 226 ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിൽ ഉത്തരമായിട്ട് വരേണ്ടത്. 34ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മിനുസപേശിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എഴുതാന്നാണ്. തെറ്റായതാണ് ചോദിക്കുന്നത്. അസ്ഥികളുമായി ചേർന്ന് കിടക്കുന്നത് തെറ്റാണ്. അതുപോലെ കുറുകെ വരകൾ കാണപ്പെടുന്നത് തെറ്റാണ്. ഇതിൽ ശരിയായിട്ട് വരുന്നത് രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു എന്നുള്ളതും അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്നുള്ളതുമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ 35ാമത്തെ നോക്കാം. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ഈ പറയുന്നവയിൽ വാരിയെല്ലുകൾ 24 അസ്ഥി എന്ന് പറയുന്നതാണ് ശരി ഉത്തരം കേട്ടോ. ബാക്കിയൊക്കെ തെറ്റാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ടസ്ഥലമാണ് പ്ലൂറ, നമുക്കറിയാം. സന്ധികളെ കുറിച്ച് താഴെ പുറത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ 1ാമത്തെ മാത്രമേ ഏതുള്ളൂ ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നുള്ളൂ. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ശരിയാണ്. ബാക്കിയുള്ള എല്ലാം എന്താണ്? തെറ്റാണ്. സോ ഓപ്ഷൻ എ മാത്രമാണ് അതിൽ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലൈസോസോം ആണ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ അല്ലേ? ലൈസോസോം ആണ്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ചോദിച്ചിട്ടുണ്ട് 39-ൽ. അതിലേതാണ് ശരിയായ ക്രമം വരുന്ന ഏതാണ്? 3 ആണെന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന എന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. അതിനുശേഷം പ്രോത്രോംബിൻ ത്രോംബിനാവുന്നു. അതിനുശേഷം ഫൈബ്രിനോജിൻ ഫൈബ്രിൻ നാരുകളായി മാറുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? കേരളമാണ് കേട്ടോ. ഓപ്ഷൻ കേരളമല്ല, 40ാമത്തെ കേരളമല്ല, മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്ര TB കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരെന്നാണ് 41ാമത്തെ ചോദ്യം. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ് ഇതിനകത്ത് പറയേണ്ടതാണ്. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. നമ്മുടെ പ്രൊഫഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരമാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിന് അറിയപ്പെടുന്ന പേരെന്താണ്? വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിന് അറിയപ്പെടുന്ന പേരെന്താണ്? മാസ് എന്നാണ് അല്ലെ? മാസ് എന്നാണ്. ഓക്കെ, ദർപ്പണത്തിന്റെ പ്രതിപതനത്തിന്റെ മധ്യബിന്ദുവിന് അറിയപ്പെടുന്ന പേരെന്താണ്? 43. ഓപ്ഷൻ സി ആണ്, പോളാണ് അല്ലെ? 43ാമത് ഓപ്ഷൻ സി പോളാണ്. അടുത്ത, ലോഹങ്ങളെ അടിച്ചു പരത്തുന്നതിനും കനം കൂട്ടി തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത പറയുന്ന പേരാണ് മാലിബിലിറ്റി അല്ലെ? മാലിബിലിറ്റി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സൗരയൂഥത്തിന്റെ ഏറ്റവും ചെറിയ ഗ്രഹം ചോദിച്ചാൽ അത് ബുധനാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 45 ഓപ്ഷൻ എ. 2023-ലെ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെന്ന് ചോദിച്ചാൽ പ്രകാശം. നമ്മളത് പഠിച്ചതാണ്, പ്രകാശം. ഓപ്ഷൻ ബി ആണ്. അടുത്ത, P1 V1 = P2 V2. ഇത് ഏത് നിയമവും അല്ലെങ്കിൽ ഏത് ഗ്യാസ് ലോയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് 47. ഓപ്ഷൻ ബി ബോയിൽസ് ലോ ആണ് വരേണ്ടത്. ഏത് ലോഹം പ്രധാന ഘടകമായിട്ടുള്ള മിശ്രിതത്തിനെയാണ് നമ്മൾ അമാൽഗം എന്ന് പറയുന്നത്? 48 എന്നാണ് ഉത്തരം വരേണ്ടത്. മെർക്കുറി ആണ് അല്ലെ? മെർക്കുറി ആണ്. ഐസോട്ടോണിക് ലൈനുകളുടെ ഡാഷ് തുല്യമായിരിക്കും. എന്തായിരിക്കും തുല്യമായിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഓസ്മോട്ടിക് മർദ്ദം. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 49 ആണ്. 49 പറഞ്ഞു. അടുത്ത 50 ആണ് അല്ലെ? 50. അപ്പോൾ ഈ പറയുന്ന 50ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. കുടിവെള്ളത്തിന്റെ ഈ പറയുന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയെന്നാണ് 50ാമത്തെ ചോദ്യം. 1 മുതൽ 2
പാർട്സ് പെർ മോളിക്യൂൾസ് ആണ് അല്ലേ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ബ്ലൂ ബേബി സിൻഡ്രം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം അല്ലെങ്കിൽ സോൾട്ട് ഏതെന്നാണ് നമ്മുടെ 51ാമത്തെ ചോദ്യം. ഉത്തരം വരുന്ന ഏതാണ്? നമുക്കറിയാം, സിമ്പിൾ ആണ്. ഓപ്ഷൻ സി ആണ്, നൈട്രേറ്റ് ആണ്. കേരള കലാമണ്ഡലത്തിലെ സ്ഥാപകൻ വള്ളത്തോളാണ്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം മൈക്കിൾ ഫിലിപ്സ് സ്വിമ്മിംഗ് ആണ്. KC ലേഖ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ് ആണ്. അതുപോലെ തന്നെ ഫയദോർ ദവസ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവൻ ശ്രീധരൻ രചിച്ച നോവലിന്റെ പേര് ഒരു സങ്കീർത്തനം പോലെ. അടുത്തതാണ് ഇലഞ്ഞിറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? തൃശ്ശൂർ പൂരമാണ്. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്, നർഗീസ് മുഹമ്മദിയാണ്. ഹരിത വിപ്ലവത്തിന് ഉപജ്ഞാതാവ് MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം ചോദിച്ചാൽ ഏത് വർഷം നിങ്ങൾ പറയും? ഓപ്ഷൻ ബി 2023 ആണ്. ഓപ്പൺ ഓഫീസ് സോഫ്റ്റ്വെയർ റൈറ്റർ ഏത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതെന്താണ്? അതൊരു വേർഡ് പ്രോസസർ ആണ് അല്ലെ. വേർഡ് പ്രോസസർ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത കേബിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2KB എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ്സ് ആണ്? 2000 എത്ര വരും? 2048 ആണ് വരേണ്ടത്. 2048. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ചോദിച്ചാൽ PSLV C-57 ആണ്. G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഇന്ത്യൻ ഷെർപ്പ? അമിതാഭ് കാന്താണ് ഇന്ത്യൻ ഷെർപ്പ എന്ന് പറയുന്നത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാണ് അനുച്ഛേദം? ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 24 ആണ്. ചേരുംപടി ചേർക്കുക. കുറച്ച് കമ്മീഷൻസും അതിന്റെ വർഷങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ അറിയാനുള്ള വർഷങ്ങൾ മാത്രം നമുക്ക് ആദ്യം അറേഞ്ച് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. അപ്പോൾ ഒന്ന് നോക്കാം. നമുക്ക് 65ന്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? പട്ടികജാതി പട്ടികവർഗ ഏതാണ്? 2007 ആണ്, അറിയാം. ന്യൂനപക്ഷ കമ്മീഷൻ ഏതാണ്? ന്യൂനപക്ഷ കമ്മീഷൻ 2013 ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ അത് നമുക്കറിയാം 98 സംസ്ഥാന വനിതാ കമ്മീഷൻ ആണെങ്കിൽ 96 ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2005 വിവരാവകാശ നിയമം അതിൽ വിവരം ലഭിക്കുന്നതിനായിട്ട് എത്ര രൂപ ഫീസ് അടയ്ക്കണം? 10 രൂപയുടെ ഒരു ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പ് മാത്രം മതി നമുക്ക്. അടുത്ത ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് 67ാമത്തെ ചോദ്യം. ഏതാണ് ഈ പറയുന്നവയിൽ ശരിയായത്? പ്രസ്താവന 1ഉം 2ഉം ശരിയാണ് കേട്ടോ. 1ഉം 2ഉം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. അടുത്തെന്താണ്? 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് 68. ഈ പറയുന്നവയിൽ ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടർ തയ്യാറാക്കുക ശരിയാണ്. ഗാർഹിക ആക്രമണത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ശരിയാണ്. ഗാർഹിക ആക്രമണത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഗാർഹിക ആക്രമണത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായം അത് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ബി ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? ചെയർപേഴ്സൺ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് അല്ലെ. ഇക്ബാൽ സിംഗ് ലാൽപുര ഓപ്ഷൻ ഡി ആണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരനായിട്ട് നിർവഹിക്കുന്നത്? നമുക്കറിയാം 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സീനിയർ സിറ്റിസൺ ആയിട്ട് കണക്കാക്കുന്നത് അല്ലെ. അടുത്ത ചോദ്യം 71 ആണ്, മാത്സ് ആണ്. അപ്പോൾ മാത്സിന്റെ ഉത്തരങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോവാം. 71ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി 91 ആണ്. 72ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 12 ആണ്. 73ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ 35 ആണ്. 74ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 70 ആണ്. അടുത്ത 75ന്റെ ഉത്തരം വരുന്നതും ഓപ്ഷൻ ബി തന്നെ, 75. ഓപ്ഷൻ ബി 9. 76ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി 120, 150. അടുത്ത 77ന്റെ ഉത്തരം വരുന്നത് 77ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ മകൻ. 8ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 79ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 79 ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 80ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് 81ാമത്തെ ചോദ്യം നോക്കാം. ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോവാം. എന്താണ് വരേണ്ടത്? 81ാമത്തെ എന്താണ് ഉത്തരം വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്താണ്? ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഷീ ഹാഡ് ഹാർഡ്ലി എനി മണി ഡാഷ്. എന്താണ് ഉത്തരം വരേണ്ടത്? 82. സിമ്പിൾ അല്ലേ. ഹാസ് ഹി ആണ്. ഹാസ് ഹി ക്വസ്റ്റ്യൻ ടാഗ് ആണ്. റിപ്പോർട്ട് ചെയ്ത് എഴുതുക. ഹാവ് യു മീറ്റ് ദ പ്രിൻസിപ്പൽ? ടീച്ചർ സെഡ് ടു മീ. എന്താണ് പറയേണ്ടത്? ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് met the പ്രിൻസിപ്പൽ. 83 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 85 എന്താണ്? ആഫ്റ്റർ ഡാഷ് ഇയർ or 2 the question can be reconsidered. എന്താണ് വരേണ്ടത്? 84 ഓപ്ഷൻ ബി ആണ്. എ ആണ്. എ ഇയർ എന്നാണ്. ഓക്കെ, the bell dash before I reached school. എന്താണ്? 85. ഇതിൽ ഹാഡ് റങ് എന്നാണ് വരുന്നത്. ഹാഡ് റങ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദ സൺ, മൂൺ ആൻഡ് സ്റ്റാർ ആൻഡ് യൂണിവേഴ്സ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുടെ നമ്മൾ എന്ത് പറയും? അസ്ട്രോണമർ എന്നാണ് പറയുന്നത്. അസ്ട്രോണമർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 87. Soila looked cheerful when cheerful, whereas Sumin looked dash gloomy എന്നാണ് അല്ലേ. 87 ഓപ്ഷൻ എ ആണ്.
88 നോക്കാം. ദ വുമൺ ലുക്ക്ഡ് വെരി വീക്ക്. അപ്പോൾ ഈ പറയുന്നവയിൽ വീക്കിന് വരുന്ന ഒരു സിനോണിം അല്ലെങ്കിൽ സെയിം വാക്ക് എന്നാണ് ചോദ്യം. ഇതിൽ പറയുന്ന ഏതാണ്? നമുക്ക് ഫീബിൾ പറഞ്ഞൂടെ? ഫീബിൾ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. എന്താണ് വരേണ്ടത്? ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. 89 ഓപ്ഷൻ ഡി ആണ്. ഇഫ് യു ലോസ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. 90ാമത്തെ ചോദ്യം എന്താണ്? അബാൻഡൻ സ്മോക്കിംഗ്. അപ്പോൾ ഈ പറയുന്നതിന് അബാൻഡൻ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് വിച്ച് ഹാസ് കറക്റ്റ് ഫ്രൈസൽ വെർബ്. ചില അബാൻഡൻ എന്ന് പറയുന്ന വാക്കിന് കറക്റ്റ് ആയിട്ട് വരുന്ന ഫ്രൈസൽ വെർബ് എന്ന് കണ്ടെത്തിയാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ ഗീവ് അപ്പ് ആണ് അബാൻഡൻ എന്നല്ല. ഓക്കെ, അപ്പോൾ ദ ഡോക്ടർ വിസ് അഡ്വൈസ്ഡ് മീ ടു ഗീവ് അപ്പ് സ്മോക്കിംഗ്. എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അതാണ് സംഭവം. പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. വെൺ തിങ്കളിനെ എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? 91 പറഞ്ഞേ. വെൺ തിങ്കൾ കിട്ടിയോ? 91 ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ്. വെൺ അധികം തിങ്കളാണ് വെൺ തിങ്കൾ. നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്, കാര്യം നമ്മൾ വെൺ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വെൺ തിങ്കൾ എന്ന് എഴുതുമ്പോഴത്തേക്കും വെൾ അധികം തിങ്കളാണ്. സോ 91 വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ആദേശസന്ധിക്ക് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട്. 92 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിണ്ടലം. നമുക്കറിയാം തദ്ധിതത്തിന്റെ ഉദാഹരണം ചോദിക്കും. തദ്ധിതം എന്താണ് തദ്ധിതത്തിന്റെ ഉദാഹരണം? ഈ പറയുന്നതിൽ വെണ്മയാണ് തദ്ധിതത്തിന്റെ ഉദാഹരണം. വിപരീത പദം എഴുതുക. അഗ്രജൻ. അഗ്രജന്റെ വിപരീത പദം എന്താണ് പറയാൻ കഴിയുക? അവരജൻ. ജലത്തിന്റെ പര്യായം അല്ലാത്തത് ഏതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 95 ഉത്തരം വരുന്ന ഏതാണ്? ഇതിൽ നളിനമാണ് ജലത്തിന്റെ പര്യായം അല്ലാത്തത്. ഇതിൽ അമൃതം, സിസിലം, വാരിയൊക്കെ ജലത്തിന്റെ പര്യായം ആണ്. ആനച്ചന്തം എന്ന ശൈലിയിൽ ആശയം ചോദിക്കുന്നുണ്ട്. ആനച്ചന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ആകപ്പാടെയുള്ള ഭംഗി ഏതാണ്? ആനച്ചന്തം. നമ്മൾ പറയത്തില്ല മൊത്തത്തിലൊരു ആനച്ചന്തമൊക്കെ ഉണ്ടെന്ന്. അടുത്ത താഴെ പറയുന്നവയിൽ ശരിയായ പദം എടുത്തെഴുതുക എന്ന് പറയുന്നുണ്ട്. ചൂടാമണി. എങ്ങനെ എഴുതാൻ പറ്റും? ചൂടാമണി. ചൂടാമണി ഓപ്ഷൻ എ ആണ്. കണ്ടല്ലോ എങ്ങനെയാണ് എഴുതുന്നത്? അല്ലേ? ചൂടാമണി. ചൂടാമണി അല്ലെ? അടുത്ത് ആഡിങ് ഫ്യൂവൽ ടു ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എരുതിയിൽ എണ്ണ ഒഴിക്കുക അല്ലെ? എരുതിയിൽ എണ്ണ ഒഴിക്കുക. അതാണ് ആഡിങ് ഫ്യൂവൽ ടു ഫയർ. 98 ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം എന്താണ്? കവിയുടെ സ്ത്രീലിംഗം. നമുക്കറിയാം കവയിത്രി. കവയിത്രി ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കവയിത്രി. ഒറ്റ പദം എഴുതുക. വർഷം തോറും. വർഷം തോറും എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിവർഷം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ ഇന്നത്തെ LDCയുടെ 100 ചോദ്യങ്ങൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? എന്ത് ചെയ്യുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുക. പരീക്ഷ എഴുതിയവർ നിങ്ങളുടെ മാർക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇനി LDC പരീക്ഷ എഴുതാൻ പോകുന്ന ഇതൊരു മോഡൽ എക്സാം ആയിട്ട് തീർച്ചയായിട്ടും കാണുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് കണക്കാക്കുക. LDC പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ഉടനെ എന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.